ലോകമെമ്പാടുമുള്ള കൈരളിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞങ്ങളുടെ നല്ലൊരു നമസ്കാരം. ഇന്നത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഗസ്റ്റാണ് നമുക്ക് ഈ റൗണ്ട് സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ആയുർവേദ ഡോക്ടറും കൂടെയാണ്, അതുപോലെ ഒരു ആർട്ടിസ്റ്റാണ്. സോ നമ്മുടെ ഗസ്റ്റ് നമുക്ക് തന്ന റൗണ്ട് എന്ന് പറയുന്നത് ആരോഗ്യദായകമായിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. വീട്ടിലാണെങ്കിൽ പോലും പെട്ടെന്ന് നമുക്കൊരു അസുഖം, ഒരു ക്ഷീണം മാറാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഐറ്റമാണ് നമ്മുടെ ഇന്ന് സ്മൂത്തിൽ ആഡ് ചെയ്തിരിക്കുന്നത് കരിക്ക്. നമ്മൾ ഏത് ഡോക്ടേഴ്സിന്റെ അടുത്തായാലും ഒരു ഛർദിലോ വയറിളക്കമോ അല്ലെങ്കിൽ നമുക്കൊരു പനിയോ ഒക്കെ വന്ന് നമ്മൾ പോകുമ്പോൾ പോലും പറയും ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഡെയിലി ഓരോ കരിക്കും വെള്ളം അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും കുടിക്കുന്നു പറയും. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് നാച്ചുറലി അടങ്ങിയിരിക്കുന്ന രണ്ട് സാധനങ്ങളേ ഉള്ളൂ ഫ്രൂട്ടിൽ. ഒന്ന് പഴം, രണ്ടാമത് കരിക്കാണ്. മെഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ പൊട്ടാസ്യം ആന്റി ഓക്സിഡൻസ്, മിനറൽസ് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ പൊട്ടാസ്യമാണ് നമ്മുടെ കിഡ്നിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സാധനം. അതുപോലെ മെഗ്നീഷ്യം, സോഡിയം ഇതെല്ലാം നമ്മുടെ സംഭവത്തിൽ ഉണ്ട്. അതിന്റെ ഒരു സ്മൂത്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഡേറ്റ്സും പീനട്ടും ബദാമും കാഷ്യൂവും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ. ഈ സാധാരണ വീട്ടിലൊക്കെ മിൽക്ക് ഷേക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്മൂത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഏലക്കയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ബദാം ഇതൊക്കെ പൊടിയാൻ വേണ്ടിയിട്ട് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കും. അതുപോലെ ഇവിടെ നമ്മൾ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കാം. കാരണം ഇത് ഒരു പൗഡർ ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാം. ഗാർണിഷ് കുറച്ചിരിക്കണം. എന്റെ ഒരു ഗാർണിഷിംഗ് മെത്തേഡ് ഒക്കെ പഠിച്ചു. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിക്കുന്നത്. ബദാം ഇട്ടു. ഓക്കെ. പക്ഷെ ഞാൻ പഞ്ചസാര ഇടാതെ പൊടിക്കുന്നത്. എങ്ങനെ പൊടിക്കുകയല്ല ചെയ്യുന്നത്. ഇതിനെ വീട്ടിലാണെങ്കിൽ കുറച്ച് തണുത്ത പാലിൽ കുറച്ചു നേരം കുതിർത്ത് വെക്കും ഞാൻ. അതിനുശേഷമാണ് ഞാൻ അടിക്കുന്നത്. രണ്ടാമത് ഞാൻ ചോദിക്കുന്നത്, ഈ ഡേറ്റ്സ് ചേച്ചി എന്തിനാണ് ഈ ഐസ് ക്യൂബ്സിൽ സോക്ക് ചെയ്ത് വെച്ചത്? അത് കുറച്ച് സോഫ്റ്റ് ആവും അല്ലേ? പിന്നെ പൊടിക്കാൻ എളുപ്പമുണ്ടായിരിക്കും. മതിയാവും തോന്നുന്നു. മതി. ഇനി ഇത് പൊടിച്ചെടുക്കാൻ കുറച്ച് ഓക്കെ ഒരു സ്പൂൺ നമുക്ക് പിന്നെ വേണമെങ്കിൽ ഓക്കെ. അതിപ്പോ വേണ്ട. പക്ഷെ എന്തായാലും പൊടിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് പാലും കരിക്കും വെള്ളവും ഇനി അതെല്ലാം കൂടെ ഒഴിക്കുമ്പോൾ ഒന്നുകൂടെ ബ്ലെൻഡ് ആവും. അപ്പൊ നമ്മുടെ പാല് ഇവിടെ ഐസായി കിട്ടിയിട്ടുണ്ട്. ചിൽഡ് ആയിട്ടുള്ള പാല്, തണുപ്പാണ്. അവനെ അങ്ങോട്ട് ഓപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇത് മതിയാകുമ്പോൾ പറയണം. പകുതി ഇട്ട് മതിയാ? മതി. ഇനി നമുക്ക് കരിക്കും കൂടി ഇടാം. ഇത് കട്ട് ചെയ്തിടണോ? വേണ്ട. കരിക്കും വെള്ളം ഇനി അടിക്ക്. നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബദാമും പീനട്ടും ഡേറ്റ്സും അതുകൊണ്ട് ഇടാം. എന്നിട്ട് മധുരമൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നല്ല ആരോഗ്യദായകമായ കരിക്കിൻ സ്മൂത്തി. ഏത് പ്രായത്തിൽ ഏത് അസുഖമുള്ളവർക്കും പൊട്ടാസ്യം, സോഡിയം, മെഗ്നീഷ്യം, ഇലക്ട്രോലൈറ്റ് എല്ലാം അടങ്ങിയിട്ടുള്ള മിനറൽസ്, ആന്റി ഓക്സിഡൻസ് ഇത് എത്രയുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഗുമ്മനിരിക്കും. ഹെൽത്തി ആയിട്ട് ആരോഗ്യകരമായിട്ട്. സോ വളരെ ആരോഗ്യദായകമായിട്ടുള്ള നമ്മുടെ കരിക്കിൻ സ്മൂത്തി റെഡി ആയിരിക്കുകയാണ്. റെഡി ടു ഈറ്റ്, അല്ല സോറി, റെഡി ടു ഡ്രിങ്ക് ആണ്. സോ വളരെ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഷുഗറൊന്നും അധികം ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ എക്സ്ട്രാ വേറെ ഹോർലിക്സോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. വളരെ നാച്ചുറലായിട്ട് നമ്മൾ കാഷ്യൂ, ബദാം, അതുപോലെ പീനട്ട്സ്, കരിക്കിൻ വെള്ളം, കരിക്കിൻ്റെ ഫ്ലഷ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം ചേർത്ത് വളരെ ഹെൽത്ത് വൈസ് നല്ലൊരു ഹെൽത്തി സ്മൂത്തി. ഏത് പ്രായത്തിലുള്ളവർക്കും എന്ത് അസുഖമുള്ളവർക്കും ഇത് കുടിക്കാം ധൈര്യമായിട്ട്. ഏതൊക്കെ അസുഖം എന്ന് പറയണോ? അത് വേണ്ട. ഓക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് കമന്റ് ഇടണം. ഓക്കെ, താങ്ക് യു. കമന്റ് ചെയ്യണം, വോട്ടും ചെയ്യണം. ഓക്കെ, റെഡി ഗൈസ്. ബൈ. താങ്ക് യു.